പലരും ഈ മൊബൈൽ ഫോണും അതുപോലെ കമ്പ്യൂട്ടറുകളുമൊക്കെ ഒത്തിരി നേരം മണിക്കൂറുകൾ 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും. ഒരു 20-20-20 റൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പലപ്പോഴും ഒരു ലക്ഷണമില്ലാതെ വരുന്ന അസുഖമാണ്. അതിൻ്റെ തുടക്കത്തിൽ കണ്ണിനകത്ത് രക്തക്കുഴലുകളെ ബാധിക്കുകയാണ് ചെയ്യുക. രക്തക്കുഴലുകളെ ബാധിച്ച് അതുപോലെ കൺജനിറ്റൽ കാറ്ററാക്ട്, ഡെവലപ്മെൻറ്റൽ കാറ്ററാക്ട് മുതലായിട്ടുള്ള അസുഖങ്ങൾ ചെറിയ കുട്ടികളിലും തിമിരം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഈ ഐ പ്രോബ്ലംസ് വളരെ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. നമുക്ക് ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും, ചെറിയ ഒരു പഴുപ്പ് പോലെ വരുന്നു, കണ്ണിലെ ഇൻഫെക്ഷനൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും തുടങ്ങുന്നത്. നമസ്കാരം. ഇന്ന് നമ്മുടെ കണ്ണുകളുടെ സുരക്ഷയും ആരോഗ്യവും ജീവിതശൈലിയിലെ തന്നെ ഒരു പ്രധാന പ്രശ്നമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നേത്ര ആരോഗ്യ രംഗത്ത് 20 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഇന്ത്യയിലെ തന്നെ നേത്രാരോഗ്യ വിദഗ്ധൻ എന്നറിയപ്പെടുന്ന പ്രിസൈസ് സ്പെഷ്യാലിറ്റി ഐ കെയർ ഹോസ്പിറ്റലിലെ ചെയർമാൻ VR ജയറാമാണ് ഇന്ന് മുഖ്യ അതിഥിയായി നമ്മളോടൊപ്പമുള്ളത്. വെൽക്കം സർ. സർ, ഇപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഈ രാത്രി പ്രത്യേകിച്ച് ഇരുട്ട് റൂമിലൊക്കെ ഇരുന്ന് ഫോൺ ഉപയോഗിക്കുമ്പോഴത്തേക്ക് കണ്ണിന് കേടാവുന്നുള്ളത്. അത് പ്രത്യേകിച്ച് കേട്ടിട്ടുള്ളത് കുട്ടികളുമായിരിക്കും. സ്കൂളൊക്കെ വിട്ട് രാത്രി റൂമിൽ കയറിയിട്ട് ലൈറ്റ് ഓഫ് ആയിട്ടാണ് അവർ കൂടുതലും ഫോൺ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇതൊരു അപകടകരമായ സിറ്റുവേഷൻ ആണോ? കുട്ടികൾ ഇപ്പോൾ ഒത്തിരി മൊബൈൽ ഫോണ് രാത്രിയല്ല എപ്പോഴും ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു പ്രശ്നമാണ്. മൊബൈൽ ഫോൺ അധികം ഉപയോഗിക്കുന്നത് ഈ സ്ക്രീൻ ടൈം കൂടുന്നത് കണ്ണിന് ദോഷകരമാണ്. പ്രത്യേകിച്ച് അത് ഈ നമ്മളുടെ കണ്ണുകൾ കൂടുതലും ഒരു റിയൽ ഓബ്ജക്ട്സ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ കണ്ണിൻ്റെ ഘടനയുള്ളത്. പക്ഷേ ഈ സ്ക്രീനിൽ കാണുന്നതെല്ലാം ഒരു വെർച്വൽ ഓബ്ജക്റ്റ് ആയതുകൊണ്ടും അത് ഒരു സ്ക്രീൻ ബാക്കിൽ ലിറ്റായിട്ടുള്ള സ്ക്രീൻ ആയതുകൊണ്ടും കണ്ണിലേക്ക് കൂടുതൽ ബ്ലൂ ലൈറ്റ് കണ്ണിലേക്ക് അകത്ത് പോകുന്നത് കൊണ്ടും അത് കണ്ണിന് ഫെറ്റീഗ് ഉണ്ടാക്കുക, കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കുക, അതുപോലെ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് സ്ക്വിൻറ്റ് വരെ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഇത് സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികളോട് ഇപ്പോൾ സ്ക്രീൻ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറേ കാര്യങ്ങൾ, ഇൻഫോർമേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അവരെ ക്ലാസ്സുകൾ മുതലായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പം മൊബൈൽ ഫോണിലൂടെയും ഓൺലൈനുമാണ് ഉള്ളത്. പക്ഷെ ഇതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തീരെ ചെറിയ കുട്ടികൾക്ക്, ഒരു 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് തീരെ മൊബൈൽ ഫോൺ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഒരു മണിക്കൂർ ഒക്കെ ലിമിറ്റ് ചെയ്തിട്ട് നമുക്ക് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ അനുവാദം കൊടുക്കാം. അതുപോലെ തന്നെ ഇത് യൂസ് ചെയ്യുന്നത് ഈ കിടന്നുറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പെങ്കിലും ഈ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം നിർത്തണം. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണിന് വലിയ തകരാറില്ലാതെ ഇതിൻ്റെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ഉപയോഗം കുട്ടികളിൽ ശീലമാക്കി മാറ്റുന്നത് ആണ് ഉത്തമമായിട്ടുള്ളത്. സാർ, ഇപ്പോൾ അതുപോലെ തന്നെ തിമിരം പ്രായമാരിൽ വന്നിരുന്ന ഒരു അസുഖമായിരുന്നു തിമിരം. ഇപ്പോൾ അത് പ്രായ വ്യത്യാസം തന്നെ കുഞ്ഞു കുട്ടികൾക്ക് വരെ വന്ന് തുടങ്ങിയിരിക്കുകയാണ്. അതെന്താണ് സാർ അങ്ങനെ? തിമിരം സാധാരണയായിട്ട് നമ്മുടെ കണ്ണിൻ്റെ ലെൻസിൽ ഉണ്ടാവുന്ന മൂടലാണ്. നമ്മുടെ കണ്ണിൽ എല്ലാവർക്കും ലെൻസുണ്ട്. ആ ലെൻസ് ക്രിസ്റ്റലൈൻ ലെൻസ് എന്ന് പറയും. ആ ലെൻസിനകത്തൂടെയാണ് നമ്മൾ കാണുന്നത്. കണ്ണിന് പുറത്തുള്ള വെളിച്ചം ലെൻസിനകത്തൂടെ ഫോക്കസ് ആയിട്ട് നമ്മുടെ ഞരമ്പിൽ വീഴുമ്പോഴാണ് കാണുന്നത്. അത് പ്രായമാവുമ്പോൾ സാധാരണ രീതിയിൽ അതിൽ ആ പ്രോട്ടീൻ ഡീനേച്ചർ ചെയ്തിട്ട് അതിൻ്റെ ക്ലാരിറ്റി കുറയുകയും തിമിരമായി മാറുകയും ചെയ്യും. സാധാരണ അതൊരു 55-60 വയസ്സ് കഴിഞ്ഞിട്ടാണ് ഈ തിമിരം ഉണ്ടാവുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ കൂടുതലായിട്ടും ഈ ഡയബറ്റിസ് കുറച്ചും കൂടി ഏർലി ഏജിൽ വരുന്നത് കൊണ്ട് ഒരു കാരണമാണ് തിമിരം കുറച്ചും കൂടി ഏർലി ഏജിൽ വരാനുള്ളത്. അതുപോലെ തന്നെ കണ്ണിലുണ്ടാവുന്ന ട്രോമ, ചില മരുന്നുകളുടെ ഉപയോഗം, പ്രത്യേകിച്ച് സ്റ്റിറോയിഡ് മരുന്നുകളുടെ ഉപയോഗം, ഇതെല്ലാം കണ്ണിലെ തിമിരം ഉണ്ടാക്കാനുള്ള സാധ്യത കൂട്ടുന്നുണ്ട്. അതുപോലെ കൺജനിറ്റൽ കാറ്ററാക്ട്, ഡെവലപ്മെൻറ്റൽ കാറ്ററാക്ട് മുതലായിട്ടുള്ള അസുഖങ്ങൾ ചെറിയ കുട്ടികളിലും തിമിരം ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന് നമ്മൾ ഒരു പ്രതിവിധിയായിട്ട് ചെയ്യാനുള്ളത് കുട്ടികൾക്കും ഈ ഒരു 3 വയസ്സ് സ്കൂൾ ചേരുന്നതിന് മുന്നേ
ഒരു സ്ക്രീനിങ്, ഇപ്പോൾ കുട്ടി നോർമലാണെങ്കിൽ പോലും കണ്ണിൻ്റെ ഒരു സ്ക്രീനിങ് ചെയ്യുന്നത് നന്നായിരിക്കും. ഇത് ചില ഹിഡൻ ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ, പ്രത്യേകിച്ച് ഇതുപോലുള്ള തിമിരം അല്ലെങ്കിൽ അൺഡിറ്റക്റ്റഡ് ആയിട്ടുള്ള റിഫ്രാക്റ്റീവ് കണ്ണടയുടെ പവർ, കാഴ്ച വൈകല്യങ്ങൾ മുതലായിട്ടുള്ള കണ്ടുപിടിക്കപ്പെടുവാനും ചികിത്സ തേടുവാനും അത് സഹായകമായിരിക്കും. ചിലപ്പം പ്രിസൈസ് സ്പെഷ്യാലിറ്റി ഐ കെയർ ഹോസ്പിറ്റലിൻ്റെ ഓരോ വളർച്ചയും ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു തുടക്കം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആരംഭത്തെക്കുറിച്ചൊന്ന് പറയാമോ? 2013 പ്രിസൈസ് ഹോസ്പിറ്റൽ നമ്മൾ തിരുവനന്തപുരത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഒരു PMGയിൽ നമ്മൾ ഫസ്റ്റ് ഹോസ്പിറ്റൽ. അതിൻ്റെ ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഐ കെയർ, ഏറ്റവും അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങളും ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടർമാരെയും പ്രൊഫഷണലുകളെയും ഒന്ന് ചേർന്നുകൊണ്ട് ഒരു വ്യക്തിഗതമായിട്ടുള്ള ഒരു പരിചരണം ആളുകൾക്ക് കൊടുക്കുന്ന രീതിയിൽ ഒരു സാർവജനികമായിട്ട് നമുക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് പ്രിസൈസ് ഹോസ്പിറ്റലിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം അത് നമ്മൾ ഇപ്പോൾ 2026 ഏതാണ്ട് 14 വർഷത്തിന് ശേഷം നമ്മൾ 8 ഹോസ്പിറ്റലുകൾ തെക്കൻ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളായിട്ട് ഉണ്ട്. നമുക്ക് ഈ നമ്മുടെ ഉദ്ദേശം ഏറ്റവും നല്ല ഈ പ്രൊഫഷണലുകളും അതുപോലെ എക്യുപ്മെൻറ്റുകളും വെച്ചിട്ടുള്ള നേത്ര രോഗ ചികിത്സ എല്ലായിടത്തും ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ ഒരു വിജയം എന്ന് എനിക്ക് തോന്നുന്നു. ചിലപ്പം 8 ബ്രാഞ്ചസിലോടുള്ളൊരു യാത്രയാണ്. അപ്പം ഈ യാത്രയിലെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി അല്ലെങ്കിൽ ഒരു വെല്ലുവിളി എന്തായിരുന്നു? ഹോസ്പിറ്റലിൽ തുടങ്ങി ആദ്യത്തെ ഒരു 2-3 വർഷം കൊണ്ട് നമുക്ക് തിരുവനന്തപുരത്ത് നല്ല രീതിയിൽ ഈ നമ്മുടെ ഈ ഐ കെയർ ഒരു സ്റ്റാൻഡേർഡിലുള്ള ഐ കെയർ നമുക്ക് കൊടുക്കുവാൻ സാധിച്ചു. ആ ഗുണനിലവാരം ബാക്കിയുള്ള ഹോസ്പിറ്റലിൽ തുടങ്ങുമ്പോൾ അവിടെ കൃത്യമായിട്ട് ഇതേ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് കെയർ കൊടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഒരു വെല്ലുവിളി ആയിട്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മൾ പീരിയോഡിക് ആയിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയും ക്വാളിഫൈഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിനെ നമ്മൾ നമ്മുടെ ആ ഒരു കെയർ പാറ്റേൺ കൃത്യമായിട്ട് ഡെലിവറി ചെയ്യാവുന്ന രീതിയിൽ എല്ലാവർക്കും അതിൻ്റെ ട്രെയിനിങ് കൊടുത്ത് അതിൻ്റെ ഒരു യൂണിഫോമിറ്റി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഈ എല്ലായിടത്തും നമ്മുടെ എല്ലാ സെൻറ്ററുകളിലും ഒരേപോലുള്ള കെയർ, ഒരേപോലുള്ള ട്രീറ്റ്മെൻറ്റ് വൈദഗ്ധ്യവും അതുപോലെ നിലവാരവും കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു വെല്ലുവിളി. അത് നമുക്ക് നല്ല രീതിയിൽ എല്ലായിടത്തും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്നാണ് അഭിപ്രായം. സാർ, അപ്പം ഈ ലാസിക് പോലുള്ള ആധുനിക ചികിത്സാ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഇത് സാധാരണക്കാരായ അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങൾക്ക് എത്രത്തോളം ലഭ്യമാകും? ലാസിക് പോലുള്ള ചികിത്സകൾ, അത് പ്രത്യേകിച്ച് റിഫ്രാക്റ്റീവ് എററുകൾ അല്ലെങ്കിൽ കാഴ്ച വൈകല്യം മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള മയോപ്പിയ, ഹൈപ്പറോപ്പിയ, സ്റ്റിഗ്മാറ്റിസം മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയുള്ള ചികിത്സയാണ്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒത്തിരി അധികം ആളുകൾ അത് ചൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് അതിൻ്റെ ഈ എക്യുപ്മെൻറ്റുകൾ വളരെ ചിലവേറിയതും അതുപോലെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സാണ് ഇതിനെ യൂസ് ചെയ്യുന്നത്. അതിൽ ഇപ്പോൾ ലാസിക് എന്ന് പറയുന്നത് അതിൻ്റെ തുടക്കത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ്. അതിനുശേഷം ഫെംറ്റോലേസറുകളുടെ ഉപയോഗം ഈ ലാസിക് ചികിത്സയ്ക്കകത്ത് അടുത്ത കാലത്തായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലെൻഡിക്യൂൾ എക്സ്ട്രാക്ഷൻ, ക്ലിയർ, ഫേക്കി കയോൽ ഇംപ്ലാന്റേഷൻ മുതലായിട്ടുള്ള ചികിത്സാ രീതികളും ഈ ഗ്ലാസിൻ്റെ ഈ കണ്ണടയുടെ ഉപയോഗം കുറയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പം അത് ചിലവേറിയതാണെങ്കിലും നമുക്ക് കൂടുതൽ ആളുകളെ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ആവറേജ് ചിലവ് നമുക്ക് കുറച്ച് കൊണ്ടുവരാനും അതനുസരിച്ച് ആളുകൾക്ക് തീരെ നമുക്ക് കുറയ്ക്കാനുള്ള ഒരു ഇങ്ങനത്തെ ഒരു ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണമുണ്ട്. പക്ഷേ എന്നാലും ആവറേജ് ഒരു ചിലവ് നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സാറിൻ്റെ ഈ ഒരു കരിയർ ജേർണിയിൽ ഏറ്റവും നല്ലൊരു മൊമെൻറ്റ്സ് പങ്കുവെച്ച് അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമോ? ഏതെങ്കിലും ഒരു പേഷ്യൻ്റായിട്ട് നല്ലൊരു മൊമെൻറ്റ്സ്? അങ്ങനെ ഒത്തിരി ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഞാനൊരു ആൻറ്റീരിയർ സെഗ്മെൻറ്റ് സർജനാണ്. കാറ്ററാക്റ്റ്, അതുപോലെ
റിഫ്രാക്റ്റീവ് സർജറി, നേരത്തെ പറഞ്ഞ ഗ്ലാസുകളുടെ ഉപയോഗം ഒഴിവാക്കുന്നത്, അതുപോലെ ഈ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ, ആ ട്രീറ്റ്മെൻറ്റുകളാണ് ഞാൻ സർജിക്കലായിട്ട് ഞാൻ ചെയ്യുന്നത്. അതിൽ തിമിരം ചെയ്തിട്ടുള്ള ഒരു അമ്മൂമ്മ, 100 വയസ്സിന് മുകളിലുള്ള ഒരു അമ്മൂമ്മ, 2 കണ്ണും തിമിരമായി ഒന്നും കാണാതെ, ആൾക്ക് ആരോഗ്യമുള്ള ഒരു അമ്മൂമ്മയാണ്. പക്ഷെ കണ്ണ് പൂർണ്ണമായിട്ട് തിമിരം വന്നിട്ട് ഒട്ടും കാണാതിരിക്കുന്നു. അവർക്ക് ആ സർജറി കഴിഞ്ഞ പിറ്റേ ദിവസം കാണാൻ സാധിക്കുകയും എല്ലാവരെയും, കൊച്ചുമക്കളെയൊക്കെ കാണാൻ സാധിച്ചത് അവർ മുഖത്തുണ്ടായ സന്തോഷം വളരെ ഒരു എനിക്ക് മനസ്സിലിപ്പോഴും തങ്ങി നിൽക്കുന്ന ഒന്നാണ്. അതുപോലെ റിഫ്രാക്റ്റീവ് സർജറിയിൽ ഈ ഭയങ്കര കട്ടിയുള്ള ഗ്ലാസ്, ഒരു നമ്മൾ പറയില്ലേ സോഡ കുപ്പി ഗ്ലാസ് പോലുള്ള ഗ്ലാസ് ആദ്യം മുതലേ ഉപയോഗിച്ചിരുന്ന ഹൈ മയോപ്പിയുള്ള ഒരു ആള് വന്ന് ആൾക്ക് വളരെ ലാസ്റ്റിക് ചെയ്യാൻ പറ്റുമോ, ഇത് കുറച്ച് നാൾ മുമ്പത്തെയാണ്. ഈ ഫെക്കിക്കൽ ഇംപ്ലാന്റേഷനുകൾ തുടങ്ങിയ സമയത്തുള്ളൊരു കാര്യമാണ്. അത് മാറ്റി പിറ്റേ ദിവസം ആൾക്ക് ഓൾമോസ്റ്റ് നിയർ 6 വിഷൻ ഗ്ലാസ്സില്ലാതെ വന്നപ്പോൾ ആളുടെ ഒരു സന്തോഷം, ആൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം, എനിക്ക് ഷർട്ടൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പോൾ അതെനിക്ക് വളരെ ഒരു മുഹൂർത്തമായിട്ട്, എൻ്റെ കരിയറിൽ വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമായിട്ട് തോന്നിയിട്ടുണ്ട്. അതുപോലെ കോർണിയ ട്രാൻസ്പ്ലാന്റേഷൻ പലപ്പോഴും കൃഷ്ണമണിയുടെ മൂടൽ വന്ന് കാഴ്ച കുറയുന്ന ഒരവസ്ഥ പലർക്കും അങ്ങനെ ഉണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഈ പറഞ്ഞ കൃഷ്ണമണി മാറ്റി വയ്ക്കുക എന്നുള്ളതാണ്. അങ്ങനെ 2 കണ്ണും മൂടലായിട്ടുള്ള ഒരു അച്ഛനെ ഇതുപോലെ നമ്മൾ തിമിരം, ഞാൻ പുള്ളി ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ മുമ്പ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരാളായിരുന്നു. അപ്പോൾ ആളിങ്ങനെ നടന്നു പോകുന്ന ആൾക്കാരൊക്കെ മകള് പിടിച്ചും കൊണ്ട് നടന്നു പോകുന്നത് കാണാറുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആൾ കൺസൾട്ടേഷന് വരികയും ഒരു കണ്ണിൽ കോർണിയ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് കാഴ്ച തിരിച്ചു വരികയും ചെയ്തു. അതിനുശേഷം ആൾ ഇൻഡിപെൻഡൻ്റായിട്ട് റോഡിൽ നടന്നു പോകുന്നത് ഞാൻ പിന്നെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഒരു മാനസികമായ സംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. സർജിക്കൽ ആയിട്ടുള്ള ഒരു കരിയർ തിരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഒരു സന്തോഷം കാണാൻ സാധിച്ചത് ആണ് എൻ്റെ ഒരു വലിയ ജീവിതത്തിലെ ചാരിതാർത്ഥ്യമായിട്ട് എനിക്ക് തോന്നുന്നു. സാർ, ഇപ്പോൾ കേരളത്തിലെ ആരോഗ്യ മേഖലയെ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നേത്ര ആരോഗ്യ മേഖലയെ നോക്കുമ്പം പ്രിസൈസിനെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെടുത്തുന്നത് എന്താണ്? പ്രിസൈസിനെ വ്യത്യസ്തപ്പെടുത്തുന്നത് സാങ്കേതികമായിട്ടുള്ള നിലവാരം നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇപ്പം ആരോഗ്യ മേഖലയിൽ നോക്കിയാലറിയാം, എല്ലാ സ്പെഷ്യാലിറ്റികളിലും വളരെയധികം നൂതനമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളും അതിൻ്റെ ചികിത്സാ രീതികളും മാസങ്ങൾ അല്ലെങ്കിൽ ആ ഒരു തോതിലാണ് പുതിയ ട്രീറ്റ്മെൻറ്റുകൾ വരുന്നത്. അപ്പോൾ ആ ട്രീറ്റ്മെൻറ്റുകൾ ഏറ്റവും പെട്ടെന്ന് തന്നെ ആളുകളിൽ എത്തിക്കുക എന്നുള്ള നമ്മുടെ ഒരു ഇമ്പോർട്ടൻ്റ് ദൗത്യമായിട്ട് ഞാൻ കരുതിയിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് എത്തിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഫെംറ്റോ ലേസർ പോലുള്ള ചികിത്സകൾ, ഫെംറ്റോകാറ്റോപ്ലാസ്റ്റി, പിന്നെ ഇതിൻ്റെ ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റ്സുകൾ, ഈ ട്രീറ്റ്മെൻറ്റുകൾ കൃത്യത കൂട്ടുവാനും ഉള്ള ഡയഗ്നോസ്റ്റിക് എക്യുപ്മെൻറ്റുകൾ, ഈ തിമിര ശസ്ത്രക്രിയയുടെ കൃത്യത കൂട്ടുവാനുള്ള ആർഗോസ് മുതലായിട്ടുള്ള എക്യുപ്മെൻറ്റുകൾ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും പിന്നെ അതിൻ്റെ ചിലവ് ഒരു മിതമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഇപ്പോഴും കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രിസൈസിനെ വ്യത്യസ്തമാക്കി മാറ്റുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാർ, ഈ പ്രിസൈസ് ഐ ഹോസ്പിറ്റലിൻ്റെ ചെയർമാൻ എന്ന നിലയ്ക്ക് ഇനി അങ്ങോട്ട് പോകുമ്പോൾ പ്രിസൈസിൻ്റെ ഭാവിയിൽ എന്തൊക്കെ പ്ലാൻസ് കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത്? പ്രിസൈസിന് ഇപ്പോൾ 8 ബ്രാഞ്ചുകളുണ്ട്. ഈ ഗുണനിലവാരം അതേപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് ഇനിയും കേരളത്തിൽ ബാക്കി സ്ഥലങ്ങളിലും കൂടി ബ്രാഞ്ചുകൾ സ്റ്റാർട്ട് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഈ അക്കാഡമിക് ആയിട്ടുള്ള കാര്യങ്ങളിൽ നമുക്കിപ്പോൾ തന്നെ കോഴ്സുകൾ, ട്രെയിനിങ് കോഴ്സുകളുണ്ട് ഒപ്റ്റോമെട്രിസ്റ്റുകൾക്കും ഒഫ്താൽമിക് നഴ്സിംഗ് കുട്ടികൾക്കും, അതുപോലെ ഡോക്ടർമാർക്കുള്ള ഫെലോഷിപ്പ് ട്രെയിനിങ്
DNB മുതലായിട്ടുള്ള കോഴ്സുകൾ നമ്മുടെ ഹോസ്പിറ്റലിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചിലത് ഇനിയും സ്റ്റാർട്ട് ചെയ്യാനുണ്ട്. അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയി കൂടുതൽ ആളുകളെ, നല്ല പ്രൊഫഷണലുകളെ വാർത്തെടുത്തും കൊണ്ട് ഈ നേത്ര ചികിത്സാ രംഗത്ത് ക്വാളിറ്റി വർദ്ധിപ്പിക്കുക, അതുപോലെ കെയറിൻ്റെ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കെയർ കൂടുതൽ ബെറ്റർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഭാവിയിലുള്ള നമ്മുടെ ഒരു ഫോക്കസായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സർ, ഇപ്പോൾ ഫോൺ അധികം ഉപയോഗിക്കാത്ത എന്നാൽ രാത്രി നേരത്തെ ഉറങ്ങുന്നതായിട്ടുള്ള ആൾക്കാർ പറയുന്ന ഒരു വിഷയമാണ് കണ്ണിൻ്റെ അടിയിൽ ഈ ഡാർക്ക് സർക്കിൾ വരുന്നത്. അതപ്പോൾ എന്തുകൊണ്ടാണ്? അവർ സ്ക്രീൻ ടൈം കുറവാണ്, എന്നാൽ നേരത്തെ ഉറങ്ങുന്നുണ്ട്, പക്ഷേ എന്നിട്ടും അവർക്ക് കണ്ണിൻ്റെ അടിയിൽ ഡാർക്ക് സർക്കിൾ വരുന്നു എന്നുള്ള പരാതിയുണ്ട്. ഡാർക്ക് സർക്കിൾ വരുന്നതിന് വേറെ ഒത്തിരി കാരണങ്ങളുണ്ട്. ഞാൻ ചില ജനറലായിട്ടുള്ള കാര്യങ്ങൾ പറയാം. ഒന്ന്, ഐ സ്ട്രെയിൻ ഒരു കാരണമാണ്. അപ്പം പലരും ഈ മൊബൈൽ ഫോണും അതുപോലെ കമ്പ്യൂട്ടറുകളുമൊക്കെ ഒത്തിരി നേരം, മണിക്കൂറുകൾ, 8 മണിക്കൂർ 10 മണിക്കൂറൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നത് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും. അപ്പോൾ പക്ഷേ അത് നമുക്ക് ജോലി ആയതുകൊണ്ട് പൂർണ്ണമായി ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ ഒരു 20-20-20 റൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു നമ്മുടെ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യുക. അതൊത്തിരി നമ്മുടെ ഈ ഐ സ്ട്രെയിൻ കുറയ്ക്കാനായിട്ട് സാധിക്കും. എന്ന് വെച്ചാൽ ഒരു 20 മിനിറ്റ് നമ്മൾ സ്ക്രീൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു 20 സെക്കൻഡ് അതിന്ന് ദൂരെ നോക്കി, ഒരു 20 മീറ്ററെങ്കിലും ദൂരെ, നമ്മളിപ്പം റൂമിലിരിക്കുന്ന വെച്ചാൽ ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കാം, അല്ലെങ്കിൽ ജനലിനടുത്തൊക്കെ ആണെങ്കിൽ ദൂരെയുള്ള പുറത്തുള്ള ഒരു ഒബ്ജക്റ്റിലേക്ക് നോക്കി കഴിഞ്ഞിട്ട് വീണ്ടും വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം അത് ഒരു ക്യുമുലേറ്റീവ് ആയിട്ടുള്ള ഐ സ്ട്രെയിൻ കുറയ്ക്കാനും കണ്ണിനെ ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ കുറവാക്കാനും നല്ലൊരു ശതമാനം വരെ കുറയ്ക്കുവാനും സാധിക്കും. അത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നമ്മൾ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം നിർത്തുക. പിന്നെ നല്ലോണം വെള്ളം കുടിക്കുക. ഒരു 7 മുതൽ 8 മണിക്കൂർ നമ്മൾ ഉറങ്ങുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു സ്ലീപ്പ് പലപ്പോഴും നമ്മുടെ ശരീരത്തിൻ്റെ ക്ഷീണവും കണ്ണിൻ്റെ ക്ഷീണവും കുറയ്ക്കും. പിന്നെ വ്യായാമം ചെയ്യുക. ദിവസവും ഒരു 45 മുതൽ 1 മണിക്കൂർ വരെ പലരും പല രീതിയിലെ വ്യായാമം ചെയ്യാറുണ്ട്. അറ്റ്ലീസ്റ്റ് നമ്മളൊരു 45 മിനിറ്റ് നടക്കുക എന്നുള്ളൊരു വ്യായാമം ചെയ്താലും മതിയാവും സമയമുള്ള സമയത്ത്. ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ കണ്ണിൻ്റെ, പിന്നെ ആരോഗ്യമുള്ള ഭക്ഷണം കഴിക്കുക. കണ്ണിൻ്റെ ആരോഗ്യത്തിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് വൈറ്റമിൻ എ, ഒമേഗ-3 ഫാറ്റി ആസിഡ് മുതലായിട്ടുള്ള പ്രത്യേകിച്ച് ഈ പോഷകങ്ങൾ അടങ്ങിയിട്ടുള്ള, അതിൽ പറയുകയാണെങ്കിൽ പാല്, എഗ്ഗ്, ക്യാരറ്റ് പോലുള്ള വൈറ്റമിൻ എ കൂടുതലുള്ള ഇലക്കറികൾ, ഒമേഗ-3 ഫാറ്റി ആസിഡുള്ള ഭക്ഷണങ്ങൾ, അതിൽ ചെറിയ മീനുകൾ, ഫ്ലാക്സ് സീഡ് മുതലായിട്ടുള്ള ഈ ഭക്ഷണങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഓവറോൾ നമ്മുടെ ഹെൽത്തും കണ്ണിൻ്റെ ഹെൽത്തും വളരെ നന്നായിരിക്കും. സർ, ഇപ്പം പിന്നെ മിക്ക ആൾക്കാരും ചെയ്യുന്നവരെന്ന് പറഞ്ഞാൽ കണ്ണിന് എന്തെങ്കിലും ഇറിറ്റേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത തോന്നിയാൽ ഉടൻ തന്നെ മെഡിക്കൽ ഷോപ്പിൽ പോയി സ്വന്തമായിട്ട് ഒരു ഐ ഡ്രോപ്പ് വാങ്ങിച്ച് ഒഴിക്കുന്നതാണ്. അപ്പം ഈ ഒരു രീതി ശരിയാണോ? ശരിക്കും അത് ഒരു അപകടകരമായിട്ടുള്ളൊരു രീതിയാണ്. പലപ്പോഴും ഈ ഐ പ്രോബ്ലംസ് വളരെ ചെറുതായിട്ടാണ് തുടങ്ങുന്നത്. നമ്മൾ ചിലപ്പോൾ ഒരു ഇറിറ്റേഷൻ ആയിരിക്കും, ചെറിയ ഒരു പഴുപ്പ് പോലെ വരുന്നു, കണ്ണിലെ ഇൻഫെക്ഷനൊക്കെ ചിലപ്പോൾ അങ്ങനെയായിരിക്കും തുടങ്ങുന്നത്. പക്ഷെ അങ്ങനെയുള്ളതിൽ നമ്മൾ കൃത്യമായിട്ടുള്ള മരുന്നുകൾ ഒഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് കൂടാനും കാഴ്ചയെ തന്നെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നുകയാണെങ്കിൽ അത് ഒരു ഓഫ്താൽമോളജിസ്റ്റിനെ കണ്ട് തന്നെ മരുന്നുകൾ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ചിലപ്പോൾ ചൊറിച്ചിലിനോ ബാക്കി കാര്യങ്ങൾക്കോ നമ്മൾ സ്റ്റിറോയിഡ് ഡ്രോപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശമനം ഉണ്ടാവും. പക്ഷെ അത് ലോങ് ടേമിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ കണ്ണിൽ തിമിരം വരാനും ഗ്ലോക്കോമ ഉണ്ടാവാനും ഒക്കെ ഉള്ള സാധ്യതകളുണ്ട്. അപ്പം അങ്ങനെ ഒരു ഓവർ ദ കൗണ്ടർ മെഡിസിനുകൾ ഉപയോഗിച്ച് സ്വയം ട്രീറ്റ്മെൻറ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ വേറൊരു കാര്യം, നമ്മുടെ കയ്യിലുള്ള ഡ്രോപ്പുകൾ, പലരും വീട്ടിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോപ്പുകൾ വീണ്ടും വീണ്ടും എടുത്ത് ഉപയോഗിക്കുകയും അതുകൊണ്ട് കണ്ണിന് പ്രശ്നം ഉണ്ടായിട്ടുള്ള ഒത്തിരി പേരെ നമ്മൾ കാണാറുണ്ട്. അതിൽ ഒരു പ്രശ്നം, നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രോപ്പുകൾ ഒരു പ്രാവശ്യം തുറന്നു കഴിഞ്ഞാൽ 1 മാസത്തിനകത്ത്
ഉപയോഗിച്ച് തീർക്കണം. അല്ലെങ്കിൽ അത് ഒരു മാസം കഴിഞ്ഞാൽ അതിനകത്തുള്ള പ്രിസർവേറ്റീവിൻ്റെ എഫക്റ്റ് പോകുന്നതുകൊണ്ട് അതിനെ വീണ്ടും ഉപയോഗിക്കുന്നത് ദോഷമുണ്ടാക്കും. അത് ആ മരുന്ന് അതിന് കൃത്യമായിട്ട് മരുന്നാണെങ്കിൽ പോലും അങ്ങനെ ഉള്ളതുണ്ട്. പിന്നെ നമ്മൾ ചിലപ്പോൾ ഇതേമാതിരി അലർജിക്ക് ഒരു പ്രാവശ്യം ഡോക്ടർ തന്നിട്ടുള്ള മരുന്ന് ചിലപ്പോൾ വീട്ടിലിരിക്കുന്നുണ്ടാവും. അത് നമ്മൾ വീണ്ടും ചൊറിച്ച് കഴിയുമ്പോൾ വീണ്ടും അത് ഉപയോഗിച്ച് പോകും. അങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ നേരത്തെ പറഞ്ഞ പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ മരുന്നുകൾ, കണ്ണിലെ മരുന്നുകൾ ഉപയോഗിക്കുന്നത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ ആ ഒരു ഡ്യൂറേഷനെ ഉപയോഗിക്കാൻ പാടില്ല. അത് കൂടുതൽ ഉപയോഗിക്കുന്നതും ദോഷം ചെയ്യും. സാർ, ഇപ്പോൾ പിന്നെ ചില ആഡ്സ് ഒക്കെ കാണുന്നതെന്ന് പറഞ്ഞാൽ കണ്ണട നമുക്ക് ഐ ഡ്രോപ്സ് ഒഴിച്ച് മാറ്റാം എന്നുള്ളതാണ്. കണ്ണട വെക്കുന്ന ഒരാൾ ഐ ഡ്രോപ്സ് ഒഴിച്ച് കഴിഞ്ഞാൽ കണ്ണട മാറ്റാം എന്നുള്ളതാണ്. അപ്പം സർജറി ചെയ്ത് മാറ്റേണ്ട ഒരു കാര്യം ഈ ഡ്രോപ്സ് ഒഴിച്ച് നമുക്ക് മാറ്റി കാഴ്ച തിരിച്ച് കിട്ടുമോ? അങ്ങനെ ഒരു ഡ്രോപ്സ് വെച്ചിട്ട് മയോപ്പിയ, ഹൈപ്പർമെട്രോപ്പിയ ഒന്നും മാറ്റാം എന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളൊന്നും വന്നിട്ടില്ല. പ്രസ്ബിയോപ്പിയയ്ക്ക് ഒരു മരുന്ന് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഡൈലൂട്ടഡ് പൈലോകാർപ്പിൻ ഉപയോഗിക്കുന്നതിനെക്കുറിച്ചൊരു പഠനങ്ങൾ ചിലതുണ്ട്. പക്ഷെ അതിന് അതിൻ്റെ ഡ്രോപ്സും ഒരു അവൈലബിൾ ആയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചുള്ള കുറച്ച് കൺസേൺസും കൂടിയിട്ട് ശാസ്ത്രലോകത്ത് ഇപ്പോൾ അതിൻ്റെ ചർച്ച നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരു റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് വന്നിട്ടില്ല. പക്ഷേ ഈ ചെറുപ്പക്കാരിലുള്ള മയോപ്പിയ, സ്റ്റിഗ്മാറ്റിസം, ഹൈപ്പർമെട്രോപ്പിയ മുതലായിട്ടുള്ള അസുഖങ്ങൾക്ക് വേറെ തുള്ളി മരുന്നുകൾ ഒഴിച്ചിട്ടുള്ള ചികിത്സകൾ ഇപ്പോൾ എന്തായാലും ഇല്ല. നമ്മൾ ഇതുപോലെ വെലാസിക്, ഹൈ ഇതുള്ളവർക്ക്, പവറുള്ളവർക്ക് തേക്ക് കയൽ ഇംപ്ലാന്റേഷൻ, പിന്നെ ഫെംറ്റോലാസിക്, ലെൻഡിക്യൂൾ എക്സ്ട്രാക്ഷൻ, ക്ലിയർ മുതലായിട്ടുള്ള ചികിത്സകളാണ് അതിന് ഇപ്പോൾ ഒരു പെർമനൻറ്റ് ചികിത്സാവിധിയായിട്ടുള്ളത്. സാർ, ഇപ്പോൾ ഈ ഡയബറ്റിക് ഉള്ളവർക്ക് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി. അപ്പം ഇത് വരുന്നതിന് മുമ്പ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കെയർ ആയിട്ട് എന്തൊക്കെ ടിപ്സ് പറഞ്ഞു കൊടുക്കാം? അതിൽ ഡയബറ്റിക് റെറ്റിനോപ്പതിയെ പറ്റിയിട്ട് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഡയബറ്റിസ് നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടി വരുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഈവൻ ചെറുപ്പക്കാരിലും ഡയബറ്റിസ് ഉണ്ട്. പക്ഷേ ഡയബറ്റിക് ചെക്കപ്പ് പലരും ശ്രദ്ധിച്ച് ചെയ്യാറുണ്ട്. ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യുക, എന്തെങ്കിലും ഡയബറ്റീസ് തുടക്കമുണ്ടെങ്കിൽ അതനുസരിച്ച് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ വരുത്തുകയും മരുന്നുകൾ കഴിക്കുകയൊക്കെ ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ ഒരു കാര്യം വിട്ടുപോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന ഡയബറ്റിക് റെറ്റിനോപ്പതി. പലപ്പോഴും ഈ ഡയബറ്റിസ് ആദ്യമായിട്ട് ഒരു പ്രശ്നമുണ്ടാക്കുന്നത് കണ്ണിലാവാനും സാധ്യതയുണ്ട്. ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി പലപ്പോഴും ഒരു ലക്ഷണമില്ലാതെ വരുന്ന അസുഖമാണ്. അതിൻ്റെ തുടക്കത്തിൽ കണ്ണിനകത്ത് രക്തക്കുഴലുകളെ ബാധിക്കുകയാണ് ചെയ്യുക. രക്തക്കുഴലുകൾ ബാധിച്ച് കണ്ണിനകത്തുള്ള കോശങ്ങൾക്ക് ഓക്സിജൻ കിട്ടാത്തൊരവസ്ഥ വരികയും അപ്പോൾ അവിടെ ചെറിയ ബ്ലീഡിങ്ങും അതുപോലെ പുതിയ രക്തക്കുഴലുകൾ ഉണ്ടാവുകയും നീര് ഡെവലപ്പ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. പക്ഷേ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ ഇനീഷ്യൽ സ്റ്റേജുകളിൽ ലക്ഷണങ്ങളില്ല എന്നുള്ളതുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവരെല്ലാവരും വർഷത്തിലൊരിക്കലെങ്കിലും ഒരു ഐ ചെക്കപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഡയബറ്റീസ് ഉള്ളവർ 6 മാസം കൂടുമ്പോൾ ചെയ്യണം എന്നുള്ളതാണ് ഉള്ളത്, അതിൻ്റെ ഒരു പ്രോട്ടോക്കോൾ. അങ്ങനെ വരുമ്പോൾ ഇത് ഏർലി സ്റ്റേജിൽ ഈ ഡയബറ്റീസ് കണ്ടുപിടിക്കപ്പെടുവാനും ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടുപിടിക്കപ്പെടുവാനും അതിൻ്റെ ഒരു പ്രതിവിധി എന്നുള്ള രീതിയിൽ ട്രീറ്റ്മെൻറ്റുകൾ എന്ന് പറയുന്നത് അതിൽ ലേസർ ചികിത്സയുണ്ട്, ഇഞ്ചക്ഷനുകളുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കേസുകളിൽ സർജറി ചെയ്യുക എന്നുള്ളതാണ് ചികിത്സ. അപ്പോൾ അതിലെ ഒരു ഇനീഷ്യൽ ചിലവേറിയ സർജറിയൊക്കെ ചെയ്യുമ്പോൾ ചിലവേറിയ രീതിയിലേക്ക് പോകും. അഡ്മിഷൻ വേണ്ടി വരും, റെസ്റ്റ് ദീർഘനാൾ വേണ്ടി വരും. അപ്പോൾ ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റുകൾ കുറച്ചും കൂടി അത്ര ചിലവേറിയ അല്ലാത്തതും നമുക്ക് അധികം റെസ്റ്റ് വേണ്ടാത്തതുമായിട്ടുള്ള ചികിത്സകളാണ്. അപ്പോൾ ഏർലി ഡിറ്റക്ഷൻ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നമുക്ക് ഇതിൻ്റെ നമ്മുടെ ഒരു മോർബിഡിറ്റി ദൈനംദിന ജീവിതത്തിനെ അധികം ബാധിക്കാത്ത രീതിയിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും
കാഴ്ച നഷ്ടപ്പെടാതെ പരിരക്ഷിച്ച് കൊണ്ടുപോകാൻ സാധിക്കുകയും ചെയ്യും. സാർ, അപ്പോൾ അതുപോലെ തന്നെ ഈ ഗ്ലോക്കോമ എന്ന് പറഞ്ഞൊരു അസുഖം, അപ്പം അത് പെട്ടെന്ന് വന്നിട്ട് ഒരു രോഗലക്ഷണങ്ങളൊന്നും കാണിക്കാതെ തന്നെയാണ് കണ്ണിൽ വന്ന് ഒരു ദിവസം കൊണ്ട് കാഴ്ച അങ്ങ് പോകുന്നത്. അപ്പം ഇതിനെക്കുറിച്ച് ജനങ്ങൾക്ക് കൊടുക്കാനുള്ളൊരു മുൻകരുതൽ എന്ന് പറയുമ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ഗ്ലോക്കോമ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതും എല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതുമായിട്ടുള്ള ഒരു അസുഖമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറിവേഴ്സിബിൾ ബ്ലൈൻഡ്നെസ്, നമ്മുടെ കാഴ്ച തിരിച്ച് കിട്ടാൻ സാധിക്കാതെ കാഴ്ച നഷ്ടം വരുത്തുന്ന അസുഖങ്ങളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ആളുകളെ ബാധിക്കുന്ന അസുഖം ഗ്ലോക്കോമയാണ്. ഇപ്പം നേരത്തെ നമ്മൾ തിമിരം പറഞ്ഞു, ഗ്ലാസിൻ്റെ പവർ പറഞ്ഞു, അതെല്ലാം നമുക്ക് തിമിരം മാറ്റുക, ഗ്ലാസ് വയ്ക്കുക ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാഴ്ച തിരിച്ചു വരും. പക്ഷേ ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, അതിൻ്റെ ഏജ് റിലേറ്റഡ് മാക്കുലർ ഡിസീസ്, ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാഴ്ച ഒരിക്കൽ ബാധിച്ച് കാഴ്ച കുറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ച് കിട്ടാൻ പറ്റില്ല. അതിൽ ഏറ്റവും പ്രധാനിയാണ് ഈ സൈലൻറ്റ് കില്ലർ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ കാഴ്ചയുടെ നിശബ്ദ കൊലയാളി എന്ന് പറയുന്ന ഗ്ലോക്കോമ. അപ്പോൾ ഗ്ലോക്കോമ നമ്മുടെ കണ്ണിനെ ബാധിക്കുന്നത് നമ്മൾ അറിയാറില്ല. വളരെ ഗ്ലോക്കോമ തന്നെ പല തരത്തിലുള്ളതുണ്ട്. കണ്ണിലെ പ്രഷർ അല്ലെങ്കിൽ മർദ്ദം കൂടുന്നത് കൊണ്ട് കണ്ണിൻ്റെ ഞരമ്പിനെ ബാധിച്ച് കാഴ്ച കുറയുന്ന അസുഖമാണ് ഗ്ലോക്കോമ. അതിൽ ചില അക്യൂട്ട് ആംഗിൾ ക്ലോഷർ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഗ്ലോക്കോമയാണ് പെട്ടെന്ന് എന്തെങ്കിലും കാഴ്ച വേദനയൊക്കെ ആയിട്ട് വരുന്നത്. ഈ ഓപ്പൺ ആംഗിൾ ഗ്ലോക്കോമ എന്ന് പറയുന്ന ഗ്ലോക്കോമ തുടങ്ങുന്നതും അത് കാഴ്ചയെ കവർന്നെടുക്കുന്നതും നമ്മൾ അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ ഇതിന് പ്രതിവിധിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 40 വയസ്സ് കഴിഞ്ഞാൽ യൂഷ്വലി ഈ ഗ്ലോക്കോമ വരാൻ സാധ്യതയുള്ളൂ. 40 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവരും വർഷത്തിൽ വേറെ അസുഖങ്ങളൊന്നും ഇല്ലെങ്കിൽ വർഷത്തിലൊരിക്കൽ നമ്മൾ ഒരു ഐ വാലുവേഷൻ നമ്മുടെ ഒഫ്താൽമോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത് ചെയ്യുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ പ്രഷർ ചെക്ക് ചെയ്യും, കണ്ണിനകത്ത് ഞരമ്പ് ചെക്ക് ചെയ്യും. അപ്പോൾ ഞരമ്പ് കാണുകയും പ്രഷർ നോക്കുകയും ചെയ്ത് കഴിയുമ്പോൾ ഡോക്ടർക്ക് അറിയാൻ സാധിക്കും ഈ ഗ്ലോക്കോമയ്ക്കുള്ള ഒരു സാധ്യത, ഗ്ലോക്കോമ ഉണ്ടോ, തുടക്കമാണോ എന്നുള്ളതിൻ്റെ സംശയം തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ അഡ്വാൻസ് ടെസ്റ്റുകൾ ചെയ്തിട്ട് നമുക്കതിനെ കൺഫേം ചെയ്യുകയും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യാൻ പറ്റും. ഗ്ലോക്കോമയുടെ നേരത്തെ ഡയബറ്റിക് റെറ്റിനോപ്പതിയുടെ പറഞ്ഞ പോലെ ലേറ്റ് സ്റ്റേജിലാവുമ്പോൾ പോയ കാഴ്ച നമുക്ക് തിരിച്ച് ലഭിക്കാൻ സാധിക്കില്ല. ട്രീറ്റ്മെൻറ്റുകൾ കൂടുതൽ ചിലവേറിയതാവും. അപ്പം അതുകൊണ്ട് ഏർലി സ്റ്റേജിലാവുമ്പോൾ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മരുന്നുകളും ചിലപ്പോൾ ലേസറും ഒക്കെ വെച്ചിട്ട് നമുക്ക് കാഴ്ച നഷ്ടപ്പെടാതെ അതിനെ പ്രിസർവ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും. അപ്പോൾ പീരിയോഡിക് ഐ വാലുവേഷനാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. സാർ, ഇപ്പം ഒരു 20 വർഷമായിട്ട് നേത്രാരോഗ്യ രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഒരാളാണ്. അപ്പോൾ ഈ 20 വർഷത്തിനകത്ത് ആരോഗ്യ മേഖലയിൽ വന്നൊരു മാറ്റം അല്ലെങ്കിൽ ഒരു വിപ്ലവം എന്താണ്? ആരോഗ്യ മേഖലയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒന്ന് ഈ അവെയർനെസ് തന്നെയാണ് ജനങ്ങളുടെ ഭാഗത്ത് വന്നിട്ടുള്ളൊരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. മെഡിക്കൽ രംഗത്ത് ഒരു ഡേ ടു ഡേ എന്ന പോലെ പുതിയ മാറ്റങ്ങൾ, പുതിയ ട്രീറ്റ്മെൻറ്റ്, ചികിത്സാ രീതികൾ, പുതിയ എക്യുപ്മെൻറ്റുകൾ ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ആളുകൾ കൂടുതൽ ബോധവാന്മാരായി എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പലപ്പോഴും ഗ്ലോക്കോമയൊക്കെ മുമ്പ് വളരെ ലേറ്റ് സ്റ്റേജിൽ ആണ് ഞങ്ങളൊക്കെ ഞാൻ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി പേരെ കാണാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ആളുകൾ അവെയർ ആയതുകൊണ്ട് അവർ നേരത്തെ വരുന്നുണ്ട്, ഏർലി സ്റ്റേജിൽ ഡിറ്റക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ട്രീറ്റ്മെൻറ്റുകൾ നേരത്തെ തുടങ്ങാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ആളുകൾ കൂടുതൽ അവർ ഈ അസുഖങ്ങളെക്കുറിച്ചും അവർ അവെയറാണ്, ട്രീറ്റ്മെൻറ്റ് ചികിത്സാ രീതികളെക്കുറിച്ച് അവർ അവെയറാണ് എന്നുള്ളത് കൊണ്ട് കൂടുതലൊരു ഡിസ്കഷൻ ചെയ്ത് അതിൻ്റെ ഏറ്റവും നല്ല ഓപ്ഷൻ അവർക്ക് കൊടുത്ത് ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ ഏതിലായാലും, തിമിരമായാലും ഇപ്പം കാഴ്ച വൈകല്യങ്ങളുടെ കാര്യങ്ങളിലായാലും ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പിന്നെ ടെക്നോളജിയുടെ കാര്യം പറയുകയാണെങ്കിൽ കൂടുതലും നമ്മൾ തുടങ്ങുന്ന സമയത്ത് ഫൈക്കോമൾസിഫിക്കേഷൻ മുതലായിട്ടുള്ള ചികിത്സകളായിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. പിന്നെ തിമിരത്തിന് മൈക്രോ ഇൻസിഷൻ കാറ്ററാക്ട് സർജറി, പിന്നെ ഫെംറ്റോ കാറ്ററാക്ട് സർജറി, അങ്ങനെ കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചികിത്സാ രീതികൾ ഇപ്പോൾ അവൈലബിളാണ്. അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ അകത്ത് കണ്ണ് തന്നെ വളരെ ചെറുതാണ്, അതിലെ മുറിവുകളിടുന്നത് വലിപ്പം കുറഞ്ഞു,
കൃത്യത കൂടി, നമ്മളതിനകത്ത് ചെയ്യുന്ന മാനിപ്പുലേഷനുകൾ കുറഞ്ഞു. അങ്ങനെ വരുമ്പോൾ കണ്ണിൽ നീരിനുള്ള ടെൻഡൻസി, അതുപോലെ പെട്ടെന്ന് തന്നെ തിരിച്ച് ദൈനംദിന ജീവിതത്തിലേക്ക് വരാനായിട്ട് ദിവസങ്ങൾ കൊണ്ട് തന്നെ തിരിച്ചു വരാൻ ഉള്ള ഒരു സാധ്യത, ഇതെല്ലാം ഇപ്പോഴത്തെ ഈ ട്രീറ്റ്മെൻറ്റുകൾ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഡയഗ്നോസ്റ്റിക് മൊഡാലിറ്റികളിലുള്ള അഡ്വാൻസ്മെൻറ്റ്, ഇപ്പോൾ തിമിരം ചികിത്സ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കാഴ്ച തിരിച്ചു വരുന്നത് എത്രയാണെന്നുള്ളത് കൃത്യമായി ഡിറ്റക്റ്റ് ചെയ്യാനുള്ള പലതരം ബയോമെട്രി, അതുപോലെ ഞരമ്പിനെ കൃത്യമായിട്ട് അസസ് ചെയ്യാനുള്ള OCT മുതലായിട്ടുള്ള ചികിത്സ ഡയഗ്നോസ്റ്റിക് രീതികൾ കണ്ണിൻ്റെ കാഴ്ചയെ പ്രെഡിക്റ്റ് ചെയ്യാനും കൃത്യമായിട്ട് അതിനെ തിരിച്ചു കൊണ്ടുവരാനും ആളുകൾക്ക് വളരെ പ്രയോജനമായിട്ടുള്ള രീതിയിൽ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കഴിഞ്ഞ 20 വർഷത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളായിട്ട് തോന്നിയിട്ടുള്ളത്. സാർ, ഇപ്പം കുട്ടികൾ ഒരുപാട് സമയം ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. കാരണം ഓൺലൈൻ ക്ലാസ് വരുമ്പോഴത്തേക്ക് അത് മാറ്റി വെക്കാൻ പറ്റില്ല. അപ്പോൾ രക്ഷിതാക്കൾ തന്നെ ഫോൺ കൈ കൊടുക്കുകയാണ്. അപ്പം ഇതുമൂലം ഒരുപാട് ആയിട്ടുള്ള അസുഖങ്ങൾ അവർക്ക് ഉണ്ടാകുന്നുണ്ട്. അപ്പം ഇതിന് രക്ഷിതാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങളുണ്ടോ? ഇത് ഒരു വലിയ പ്രശ്നമാണ്. നമുക്ക് പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം ഈ മൊബൈൽ ഫോണും അതുപോലെ ഈ സ്ക്രീൻ, കമ്പ്യൂട്ടർ മുതലായിട്ടുള്ള കാര്യങ്ങളിലുള്ള റെസ്ട്രിക്ഷൻ മാതാപിതാക്കളുടെ കയ്യിൽ നിന്ന് പോവുകയും കുട്ടികൾ അത് വളരെ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരികയും ചെയ്തു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഇപ്പോൾ ഒരു ദൈനംദിന ജീവിതത്തിൻ്റെയും അക്കാഡമിക് കാര്യങ്ങളുടെയും ഒഴിവാക്കാനാവാത്ത ഭാഗമായിട്ട് മാറി. അപ്പോൾ നമുക്കത് ഒഴിവാക്കാൻ പറ്റില്ല. ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കുട്ടികളുടെ ഒരു പഠിപ്പിനെയും അവരുടെ അഡ്വാൻസ്മെൻറ്റിനെയും ബാധിക്കും. പക്ഷെ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻ ടൈം കുറയ്ക്കുക. അത് ഒരു മണിക്കൂർ എന്നുള്ള രീതിയിലേക്ക് കുട്ടികൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ 2 മണിക്കൂർ എന്നുള്ള ഇതിലേക്ക് പരിമിതപ്പെടുത്തുക. അത് ചെയ്യുമ്പോൾ തന്നെ ഈ 20-20 റൂള് നമ്മൾ 20-20-20 റൂള് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്ത് അത് ചെയ്യാൻ അവരെ ഹാബിറ്റ് ആക്കുക. അപ്പം അങ്ങനെ ആകുമ്പോൾ ഈ ഐ സ്ട്രെയിൻ ഉള്ള സാധ്യത കുറയും. പിന്നെ ഒന്നുള്ളത്, കുട്ടികൾ കൂടുതൽ ഇപ്പം ഇൻഡോറാണ്. നമ്മൾ വീട്ടിനകത്ത് ഇങ്ങനെ അടുത്ത് മൊബൈൽ നോക്കുന്ന രീതിയിൽ ചെറിയ റൂമുകളിൽ ഇരുന്നാണ് കുട്ടികൾ സമയം ചെലവഴിക്കുന്നത്. ഈവൻ അവർ ഒരു കളികൾ പോലും ഓൺലൈനായിട്ടുള്ള കളികളും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് മാറി. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ കണ്ണിന്, പ്രത്യേകിച്ച് വളർന്നു വരുന്ന കുട്ടികളുടെ കണ്ണിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ ദൂരെ ഉള്ള കാര്യങ്ങൾ നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ കണ്ണുകൾ കൂടുതലും ദൂരെയുള്ള റിയൽ ഓബ്ജക്ട്സ് കാണുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ അടുത്തുള്ള വെർച്വൽ ഓബ്ജക്ട്സാണ് കൂടുതൽ കണ്ടുകൊണ്ടിരിക്കുക. അത് കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാക്കും. അതുപോലെ കണ്ണിൻ്റെ വളർച്ചയെ, അതിൻ്റെ ഈ വളർന്നു വരുന്ന പ്രായത്തിൽ കണ്ണിൻ്റെ ഒരു വളർച്ചയുടെ പല ഘട്ടങ്ങളുണ്ട്, അതിനെ ബാധിക്കും. അപ്പം അതുകൊണ്ട് ദിവസവും 1 മണിക്കൂറെങ്കിലും പുറത്ത് നമ്മൾ ഒരു തുറസായിട്ടുള്ള സ്ഥലത്ത് ഡേ ലൈറ്റിൽ എന്തെങ്കിലും കളിക്കാനോ അല്ലെങ്കിൽ സമയം ചെലവഴിക്കാനോ നമ്മൾ കുട്ടികൾക്ക് ഒരവസരം ഉണ്ടാക്കി കൊടുക്കുക. അവരത് ചെയ്യാനായിട്ടുള്ള ഒരു അവസ്ഥ നമ്മൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സൺലൈറ്റ് എക്സ്പോഷറും ദൂരെയുള്ള കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് കണ്ണ് ശ്രമിക്കുന്നതും കണ്ണിൻ്റെ നോർമൽ ഡെവലപ്മെൻറ്റിന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ പാൻഡമിക് എന്ന് പറയുന്ന പോലെ കണ്ണിൻ്റെ ഒരു പാൻഡമിക്, കുട്ടികളുടെ ഒരു പാൻഡമിക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സൈലൻ്റായിട്ട്. മയോപ്പിയ പാൻഡമിക് എന്ന് പറയും. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ അറിയാം, കുറച്ച് 10-15 വർഷം മുമ്പ് ഉണ്ടാവാത്ത രീതിയിലാണ് കുട്ടികളിൽ ഗ്ലാസ് ഉപയോഗം വരുന്നത്. അതിന് ഒരു കാരണം ഇതാണ്, ഇപ്പം നേരത്തെ പറഞ്ഞ കാരണങ്ങളാണ്. അപ്പോൾ അത് ഇപ്പോഴത്തെ ഒരു കണക്കുകൾ പറയുന്നത് 2050 ആകുമ്പോഴേക്കും ഏതാണ്ട് 50% ആൾക്കാരും മയോപ്പിക് ആവും ലോകത്തിൽ എന്നുള്ളതാണ്, ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചേഞ്ച് വരുന്നതുകൊണ്ട്. അപ്പോൾ ഈ ഔട്ട്ഡോർ ആക്ടിവിറ്റീസ് കൂട്ടുകയും ഈ മൊബൈൽ ഫോണുകളുടെ ഉപയോഗം
പരിമിതപ്പെടുത്തി ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ കൊണ്ടുവരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുട്ടികൾക്ക് പലപ്പോഴും ആങ്സൈറ്റി മുതലായിട്ടുള്ള കാര്യങ്ങൾ, മൊബൈൽ ഫോൺ മാറ്റുമ്പോൾ അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സ്ലീപ്പ് ഡിസോർഡേഴ്സ് മുതലായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഒരു ബാലൻസ് കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ്. പൂർണ്ണമായും ഒഴിവാക്കാതെ അവർക്ക് അതിന് ഇമ്പോർട്ടൻസ് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് പരിമിതപ്പെടുത്തി ഉപയോഗിക്കാൻ നമ്മൾ പറയുക. അതോടൊപ്പം തന്നെ ഒരു ഔട്ട്ഡോർ ആക്ടിവിറ്റി 1-2 മണിക്കൂർ ദിവസവും കുട്ടികൾ ചെയ്യുന്ന രീതിയിലേക്ക് അവരുടെ ദൈനംദിന ചര്യയിൽ വ്യത്യാസം വരുത്തുക. അതുപോലെ ഭക്ഷണത്തിലുള്ള വ്യത്യാസം, ഇപ്പോഴും കൂടുതൽ കുട്ടികൾ ഈ ജങ്ക് ഫുഡുകളും ബാക്കി അങ്ങനത്തെ ഇതുകൾ കഴിക്കുന്നതിൽ നിന്നും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോഷകമൂല്യമുള്ള ആഹാരം, നല്ലോണം വെള്ളം കുടിക്കുന്നതും അവർക്കൊരു ശീലമാക്കി മാറ്റാൻ ശ്രദ്ധിക്കുക. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്താൻ സാധിക്കും.